ഇന്ന് മെയ് 11, 2026 തിങ്കളാഴ്ച. ഓൾമോസ്റ്റ് ഒരു 3-4 മാസം മടി പിടിച്ച്, 4 ഒരു 3 മാസം മടി പിടിച്ചിരുന്ന് ഇന്ന് അവസാനം ആദ്യമായിട്ട് ഞാൻ ഓടാൻ പോയി. രാവിലെ ഓടാൻ പോയി മീൻസ് ഞാൻ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്. അവിടെ പോകണമെങ്കിൽ നമുക്ക് പോയി ഓടാം. രാവിലെ ഒരു 6:30-7 മണിക്ക് ഓടി. ഒരു 2 റൗണ്ട് ഓടിയുള്ളൂ, അതായത് 3 കിലോമീറ്റർ. പക്ഷെ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ കൊച്ചി നേവി മാരത്തണിലൊക്കെ ഓടിയിരുന്നു 10 കിലോമീറ്റേഴ്സ്. പക്ഷെ ഇന്നൊരു 3 കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓടാൻ പറ്റില്ല. ഇത്രയും നാളും കഴിച്ച സാധനങ്ങളും എല്ലാം അനങ്ങാണ്ട് ശരീരം ഇരുന്നതിൻ്റെ ഒക്കെ വേദന ഇന്നാണ് മനസ്സിലായത്. കണ്ടു കഴിഞ്ഞാൽ ശരീരത്തിൽ തടി തോന്നിക്കില്ലെങ്കിലും എന്താ പറയാ, നമ്മുടെ എബിലിറ്റി അതിലല്ല എന്ന് ശരിക്കും ഇന്ന് മനസ്സിലായി. എത്രയോ പേര് നല്ല വണ്ണവും ഒക്കെ ഉള്ള ഒരു 4 റൗണ്ടൊക്കെ ഓടണം കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ച ഓടിക്കഴിഞ്ഞാൽ ശരിയാവും. ജിമ്മിൽ പോലെ നടക്കില്ല, കാരണം റൂം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോവാന്നറിയില്ല. ഇപ്പൊ നിൽക്കുന്നത് ഒരു PG റൂമിലാണ്. സോ ഇവിടെ എനിക്കിപ്പോൾ ജിമ്മിൽ ഓടിപ്പോയി ജോയിൻ ചെയ്യാനും പറ്റില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. ജാൻ ലാസ്റ്റ് ആയപ്പോൾ ഇവിടെ എത്തിയതാ. ഇപ്പം മെയ് ആയി. എനിക്ക് ഞാൻ മടിയൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരിക്കും. മടി എന്ന് വെച്ചാൽ അത് മറ്റുള്ള ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല, പേഴ്സണലി ഒരു ലേഡ് ബാക്ക് എന്നൊക്കെ പറയില്ലേ, ഓ അത് കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സീൻ. സോ അത്രേ ഉള്ളൂ. ഓടാൻ പോയി, അതിൽ സന്തോഷം. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇടയ്ക്കുള്ള ഒരു ബൂസ്റ്റ് വന്നും പോയിരിക്കാൻ സാധനം മാത്രമാണ്. അതായത് ഇടയ്ക്കൊരു മൂഡ് വരുമ്പോൾ ഓടും, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ബാക്ക് ടു സെയിം ഓൾഡ് ട്രാക്ക്. അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ്. പക്ഷെ can't do that anymore. Let's see. തിങ്കളാഴ്ചയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 4 ദിവസം ഓണം. ഇനി ശനിയാഴ്ച ആവണമെങ്കിൽ എന്തായാലേ നമ്മളൊക്കെ ഈ ലിവിങ് ഫോർ ദ വീക്കെൻഡ്സ് എന്ന് പറയുന്ന ഒരവസ്ഥ. എങ്ങനെയെങ്കിലും ഒരാഴ്ച തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും മൺഡേ, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ശനി ഞായറും ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു ജീവിതം.